ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണ് പാകിസ്ഥാനി ക്രിക്കറ്റർക്ക് ദുബായിൽ നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ ബിടെക് സ്റ്റുഡൻസിൻ്റെ ഒരു അലൂമിനി അത് ദുബായിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അവിടെ വെച്ചിട്ട് ഷാഹിദ് അഫ്രീദിക്ക് ഒരു സ്റ്റേജിൽ കയറ്റി അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുത്തു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഒരു വിവാദമായിരിക്കുന്നത്. സംഘാടകർക്കെതിരെ പരാതിയുമായി ABVP കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിലായിരുന്നു ക്യുസാറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുംനായ് അസോസിയേഷൻ അഥവാ ക്യൂബ സംഘടിപ്പിച്ച പരിപാടി. ഇതിനിടയിലേക്കാണ് അഫ്രീദി വന്നുകയറിയത്. നേരത്തെ ക്ഷണിച്ചതല്ലെന്നും അവിടെ തന്നെയുള്ള മറ്റൊരു പരിപാടിയിൽ നിന്ന് അഫ്രീദി വന്നു കയറുകയായിരുന്നു എന്നുമാണ് വിശദീകരണം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി അലുംനായ് അസോസിയേഷൻ UAE ഇറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള വരവായതിനാൽ തടയാൻ കഴിഞ്ഞില്ലെന്നാണ് വാദം. ഇന്ത്യക്കെതിരെ പ്രചാരണം നയിച്ച അഫ്രീദിയെ സ്വീകരിച്ചതിലാണ് ശക്തമായ വിമർശനം. വേദിയിൽ അഫ്രീദി സംസാരിക്കുകയും ചെയ്തു. നയതന്ത്ര സംഘർഷം ലഘൂകരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ പരിപാടി നടത്തിയതെന്നാണ് മറുപടി. ഇതിനിടയിൽ സംഘാടകർക്കെതിരെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമാണ് ABVPയുടെ പരാതി. അസോസിയേഷൻ ഭാരവാഹികളുടെ പാസ്പോർട്ട് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെയധികം വിവാദമായിട്ടുണ്ട്. ഇത് ഒരു മലയാളീസാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് എങ്കിലും ഇത് ഇന്ത്യ ഒട്ടുക്ക് തന്നെ ഇതൊരു വിഷയമാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഷാഹിദ് അഫ്രീദി എന്ന് പറയുന്നത് മറ്റുള്ള പാക് ക്രിക്കറ്റേഴ്സിനോടോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ പോലെയൊന്നുമല്ല. ഇദ്ദേഹം ഈ പെഹൽഗാം നമ്മുടെ ഒരു ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആ ഒരു വാറിന് ശേഷം ഇന്ത്യയെ തോൽപ്പിച്ച് അവിടെ പാകിസ്ഥാൻ വിജയിച്ചു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം അവിടെ ഒരു റാലി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ പാകിസ്ഥാനില്. ആ റാലി നടത്തുക മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ബാൻ ചെയ്യപ്പെട്ടുള്ള ഒരു വ്യക്തിയെ ദുബായിലാണെങ്കിൽ പോലും മറ്റൊരു രാജ്യത്തെ ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇന്ത്യൻസ് ആണ് അല്ലെ, ഇന്ത്യയിൽ താമസിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അവർ ഇന്ത്യക്കാരാകാതിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന സമയത്ത് ഈ ഒരു പാകിസ്ഥാനി ക്രിക്കറ്ററെ അവിടെ കൊണ്ടുവന്ന് സ്വീകരിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലേ നിന്നിട്ടുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പല ഉദ്യോഗസ്ഥരും വാർത്താ സമ്മേളനങ്ങൾ നടത്തി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ വെടിവെപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഭീകരാക്രമണത്തിനെതിരെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഷാഹിദ് അഫ്രീദിയെ പോലെയുള്ള ഒരു പാകിസ്ഥാനെ ഒരുപാട് സപ്പോർട്ട്, അതിപ്പോ അദ്ദേഹത്തിന്റെ കൺട്രിയാണ്, അദ്ദേഹത്തിന്റെ കൺട്രിയെ കുറിച്ചിട്ട് നല്ലതും പറയും, ഇന്ത്യക്കാരെ കുറിച്ച് മോശം പറയും. പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഒരു അഭിമാനം, നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഒരു മോശമായിട്ട് ഒരാൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടേ അയാളെ സപ്പോർട്ട് ചെയ്യാനൊക്കെയാണ്. എന്തായാലും ഈ ഒരു മലയാളീസ് ചെയ്തത് വളരെയധികം മോശമായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എല്ലാവർക്കും തോന്നുന്നു എന്താണ് ഈ ഷാഹിദ് അഫ്രീദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്, വെറും റാലി മാത്രമാണോ നടത്തിയിട്ടുള്ളത് എന്നുള്ളതല്ല. ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുള്ള മറ്റ് മതസ്ഥർ, അതിപ്പോ സിഖ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യാനികളായിക്കോട്ടെ, അങ്ങനെയുള്ള മതക്കാർക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പാകിസ്ഥാനിൽ പോയി പറഞ്ഞിട്ടുള്ളത്. ഇത്രയധികം മതേതര രാഷ്ട്രമുള്ള ഇന്ത്യയില് ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വെച്ചാൽ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്, ക്രിസ്ത്യൻസ് വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മുൻപ് സ്വാതന്ത്ര്യത്തിന് ശേഷം, അത് പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് രണ്ടായിട്ട് വിഭജിച്ചതിന് ശേഷം അവിടെ എത്ര ശതമാനമായിരുന്നു ഹിന്ദുക്കൾ എന്നുള്ളതും ഇപ്പൊ എത്ര ശതമാനമാണ് എന്നുള്ളതും അദ്ദേഹം പഠിക്കുന്നത് നന്നായിരിക്കും. വളരെയധികം കുറവ്, 1% കുറവ് വരെ വന്നിരിക്കുകയാണ് ഹിന്ദുക്കളുടെ എണ്ണം പാകിസ്ഥാനിൽ. നേരെ മറിച്ച് ഇന്ത്യയിൽ മുസ്ലിമുകളുടെ എണ്ണത്തിനൊന്നും കുറവ് വന്നിട്ടില്ല. മുസ്ലിങ്ങൾ വളരെ സുരക്ഷിതമായിട്ടാണ് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പല വ്യക്തികളും ഇപ്പോൾ പല മതത്തിൽപ്പെട്ട ആൾക്കാരും തീവ്രമായിട്ട് അവരെ മതത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാവും. എന്ന് വെച്ചിട്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രം അല്ലാതായിട്ടില്ല.
പാകിസ്ഥാനാണെങ്കിൽ മതേതരത്വം പോയിട്ട് അവിടെ ഒരു ഭീകരവാദത്തിന്റെ ഒരു രാഷ്ട്രമായി മാറിയിരിക്കുന്ന സമയത്താണ് ഷാഹിദ് അഫ്രീദി ഇങ്ങനെ ഇന്ത്യയെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഒരു പ്രൗഡ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ ഒരു സ്വീകരണം നടത്തി ഒരു കയ്യടിയോടുകൂടി ആനയിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നു എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നത്. ഇപ്പൊ അതിന് എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ സ്വീകരിച്ചു എന്നതിനുള്ള ഒരു വിശദീകരണമൊക്കെ ആയിട്ട് ആ ഒരു സംഘാടകര് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് വെച്ചാൽ ഇദ്ദേഹം വേറെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നപ്പോ പെട്ടെന്ന് അറിയാതെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് വന്നതാണ്. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഇത് തടയാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അസോസിയേഷന്റെ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓഡിറ്റോറിയം തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വെടിനിർത്തലൊക്കെ വന്നുകൊണ്ട് അവർ വിചാരിച്ചു ഇന്ന് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു, സൗഹൃദമാണ് എന്ന രീതിയിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ ഒരു വളരെയധികം തൊടു ന്യായങ്ങളാണ് അവർ പറയുന്നത്. അതൊന്നും ഒരു ന്യായമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഇതിലൊക്കെ ഒരു അന്വേഷണം വേണം. 59 MP ലോകത്ത് മുഴുവൻ സഞ്ചരിച്ച് പാകിസ്ഥാനെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെടിവെപ്പിനോട് സാഹചര്യം ഉണ്ടായെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യത്തിന് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്നത്, ഒരു തെറ്റ് തന്നെ പറയത്തില്ല, തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അതിന് അവര് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യത്തില്. പല ആൾക്കാരും പറയുന്നുണ്ട് ഇവര് അറിയാതാണ് ഇപ്പൊ രാഹുൽ ഈശ്വരനെ പോലുള്ള പല ആൾക്കാരും ചാനൽ ചർച്ചകളൊക്കെ വന്നെന്ന് പറയണ കേട്ടു. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റില്ല. എന്താ അറിവില്ലായ്മ എന്നാണ് പറയുന്നത്? കുട്ടികളല്ലല്ലോ, ഇത്രയും മുതിർന്ന ആൾക്കാര് അവർ ദുബായിലാണ് എന്ന് കരുതികൊണ്ട് മാത്രം ഇന്ത്യക്കാരാകാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ അവരുടെ വിശദീകരണം സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് കാര്യത്തിൽ അന്വേഷണം വേണം. എന്തുകൊണ്ട്, എവിടെ, ആർക്ക് തെറ്റ് പറ്റി എന്നുള്ള കാര്യത്തിലൊക്കെ അന്വേഷണം വേണം. ഇപ്പൊ ആ ഒരു ഘട്ടത്തിലോട്ടൊന്നും എത്തിയിട്ടില്ല. പക്ഷെ ഇത് ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു എന്നതിൽ ഉപരി പാകിസ്ഥാനിൽ പോലും ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. നമ്മുടെ 59 MP ഓരോ വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ എന്താണെന്നും ഭീകരവാദത്തിന് പാകിസ്ഥാൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്നതിന് ഇടയിലാണ് ഇങ്ങനെ സംഭവം വരുമ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യക്കാര് പാകിസ്ഥാൻ ക്രിക്കറ്ററെ വളരെയധികം സൗഹാർദ്ദത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അപ്പൊ അവിടെ പാകിസ്ഥാനികളോട് യാതൊരു വെറുപ്പോ കാര്യങ്ങളൊന്നും ഇന്ത്യക്കാർക്ക് ഇല്ല, അത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും അങ്ങനത്തെ അവസ്ഥയിലല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. എല്ലാം തീർന്നിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ വളരെയധികം വിജിലന്റോട് കൂടി തന്നെയാണ് പാകിസ്ഥാനെ നോക്കി കാണുന്നതും. അപ്പൊ നമ്മൾ പാകിസ്ഥാനെ ഭീകരാക്രമണം അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരായിട്ടാണ് ഇന്ത്യൻ ജനതയും ഇന്ത്യൻ സർക്കാർ ഒക്കെ നിൽക്കുന്നത്. അല്ലാതെ അവിടുത്തെ ജനങ്ങളെ കൊല്ലണമെന്നോ അവർക്ക് ദാരിദ്ര്യം വരണമെന്നോ അവരെ കുടിവെള്ളം മുട്ടിക്കണമെന്നോ ഒന്നും നമുക്ക് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ മലയാളികൾ ചെയ്ത ഒരു കാര്യം വളരെയധികം തെറ്റായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഫ്രീദിക്ക് പകരം വേറൊരു പാകിസ്ഥാനി ആണെങ്കിൽ പോലും നമുക്കത് ഓക്കെ, അദ്ദേഹം ഇന്ത്യക്കെതിരെ യാതൊന്നും പറയാത്തൊരു വ്യക്തിയായിരുന്നു എന്നെങ്കിലും നമുക്ക് ന്യായീകരിക്കാമായിരുന്നു. ഇത് കടുത്ത ഭാഷയിലാണ് എപ്പോഴും അഫ്രീദി ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുന്നത്, ഇന്ത്യൻ ഗവൺമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഇന്ത്യൻ ജനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെ ആനയിച്ചിരുത്തി എന്ന് പറയുന്നതിലാണ് എനിക്കൊരു കല്ലുകടി തോന്നിയത്. അത് എല്ലാ ഇന്ത്യക്കാരും അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവിടുത്തെ സെലിബ്രിറ്റീസ് എല്ലാവരും ഇന്ത്യക്ക് എതിരെയാണ് സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യയിലെ പല സെലിബ്രിറ്റീസ്, അത് എസ്പെഷ്യലി ബോളിവുഡ് ആയാലും സിനിമ ഫീൽഡിലെ ഒറ്റ ആൾ പോലും ഈ പാകിസ്ഥാന് എതിരെയായിട്ട് ഒരു ശബ്ദം പോലും ഉയർത്തിയിട്ടില്ല. പക്ഷെ അവിടുത്തെ എല്ലാ സെലിബ്രിറ്റീസും ഇന്ത്യക്കെതിരെ വളരെയധികം മോശമായ രീതിയിൽ അവരുടെ ട്വിറ്ററിലായാലും അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലായാലും അവര് നേരിട്ട് വന്നിട്ടും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും അവരെ രാജ്യത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാര് ഇപ്പൊ സിനിമ പാകിസ്ഥാനിൽ ഓടില്ല അല്ലെങ്കിൽ പാകിസ്ഥാനികൾക്ക് അത് അവരോട് ദേഷ്യം തോന്നും എന്ന രീതിയിലൊക്കെ മൗനമായിട്ടിരിക്കുന്ന ഒരുപാട് ബോളിവുഡ് സ്റ്റാറുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതൊക്കെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ദേശസ്നേഹത്തിന് ഒരു കളങ്കം എത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും കൂടെ ആയപ്പോൾ പ്രത്യേകിച്ച് മലയാളീസ് എന്ന് പറയുമ്പോൾ എല്ലാ കേരളീയർക്കും ഒരു നാണക്കേടിന്റെ ഒരു സംഗതിയാണ് ഇത് പിന്നെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു എന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു തരത്തിലും തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം എത്ര വാണിംഗാണ് നമ്മൾ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവര് ഇതുവരെയ്ക്കും അതിനെല്ലാം തള്ളുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ഭീകരവാദം അഴിച്ചുവിടുകയാണ്. ഇപ്പൊ പെഹൽഗാം കഴിഞ്ഞു, ഇനി അടുത്തത് എവിടെയായിരിക്കും എന്ന് നമുക്കറിയില്ല. അത്തരത്തിലുള്ള ഒരു രീതികളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഇന്ത്യയാണ് ഭീകരരാഷ്ട്രം എന്നുള്ള രീതിയിൽ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല.
പാകിസ്ഥാനാണ് ഭീകരവാദത്തിന്റെ ഒരു രാഷ്ട്രം എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്ന ഒരു വേളയിൽ എന്തായാലും ഈ ഒരു സംഭവം വളരെ മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും bye.